എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊയർ ബോർഡിലേക്ക് ജോലി അവസരമുണ്ട്. കേന്ദ്ര സർക്കാർ ജോലിയാണ്. കേരളത്തിലും ജോലി അവസരമുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്കുള്ള അവസരങ്ങളുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ കൊയർ ബോർഡിലാണ് ജോലി അവസരമുള്ളത്. തസ്തിക വരുന്നത് പ്രോജക്റ്റ് ഓർ ടെക്നിക്കൽ സ്റ്റാഫാണ്. കോൺട്രാക്റ്റ് ബേസിസിലാണ് ജോലി അവസരമുള്ളത്. ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 20 വേക്കൻസികൾ വരുന്നത് 2 സ്ഥലത്തായിട്ടാണ്. ഒന്ന് കേരളത്തിൽ ആലപ്പുഴയാണ്. രണ്ടാമത്തത് കർണാടകയിൽ ബാംഗ്ലൂരാണ് വേക്കൻസി വരുന്നത്. ജോലിയുടെ കാലാവധി വരുന്നത് 2 ഇയേഴ്സിലേക്കായിരിക്കും. തസ്തികകൾ ഏതൊക്കെയാണെന്നും ക്വാളിഫിക്കേഷനൊക്കെ നോക്കാം. ആദ്യത്തേത് കേരളത്തിലെ വേക്കൻസികളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ പോസ്റ്റ് ടെക്സ്റ്റൈൽ ടെക്നോളജിസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ഓർ ഹാൻഡ്ലൂം ടെക്നോളജി വിത്ത് 5 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. ശമ്പളം ലഭിക്കുന്നത് 28,000 രൂപ പ്ലസ് HRA ആണ് വരുന്നത്. അടുത്തത് ഡിസൈൻ അസിസ്റ്റൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ഇൻ കാഡ് മോഡലിംഗ് ആൻഡ് 2D ഡ്രാഫ്റ്റിംഗ്, ഓട്ടോകാഡ് ആൻഡ് സോളിഡ് വർക്കാണ് വരുന്നത്. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 5 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഈ സെയിം ഫീൽഡിൽ തന്നെയാണ് വരുന്നത്. ശമ്പളം ലഭിക്കുന്നത് 28,000 പ്ലസ് HRA ആണ്. അടുത്ത പോസ്റ്റ് ഫിറ്ററാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ITI ഫിറ്റർ വിത്ത് 4 ഇയർ എക്സ്പീരിയൻസ് ഇൻ മെഷീനറി അസംബ്ലി ആണ്. ശമ്പളം ലഭിക്കുന്നത് 20,000 പ്ലസ് HRA ആണ്. അടുത്ത പോസ്റ്റ് വെൽഡറാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ITI വെൽഡർ വിത്ത് 4 ഇയർ എക്സ്പീരിയൻസ് ആണ്. ശമ്പളം ലഭിക്കുന്നത് 20,000 പ്ലസ് HRA ആണ്. അടുത്ത പോസ്റ്റ് മെഷീനിസ്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ITI മെഷീനിസ്റ്റ് പ്ലസ് 4 ഇയർ എക്സ്പീരിയൻസ് ഇൻ മെഷീനിങ് ആൻഡ് മെഷീൻ ടൂൾസ് ആണ്. ശമ്പളം ലഭിക്കുന്നത് 20,000 പ്ലസ് HRA ആണ്. അടുത്ത പോസ്റ്റ് ഇലക്ട്രീഷ്യനാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ITI ഇലക്ട്രീഷ്യൻ പ്ലസ് 4 ഇയർ എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഇൻ മെഷീനറീസ് ആണ്. ശമ്പളം ലഭിക്കുന്നത് 20,000 പ്ലസ് HRA ആണ്. അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിസൈൻ ഫ്രം NID അല്ലെങ്കിൽ NIFT പ്ലസ് 2 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ശമ്പളം ലഭിക്കുന്നത് 28,000 പ്ലസ് HRA ആണ്. ജോലിയുടെ കാലാവധി 2 ഇയേഴ്സ് ആണ് വരുന്നത്. അടുത്തത് പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിടെക് ടെക്സ്റ്റൈൽ ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി വിത്ത് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അടുത്തത് പ്രോജക്റ്റ് അസിസ്റ്റൻറ്റ് അനലിറ്റിക്കൽ കെമിസ്റ്റ് ആണ് വരുന്നത്. ഇതിലേക്ക് അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ MSc ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ 2 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇൻ അനലിറ്റിക്കൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയാണ് വരുന്നത്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ MSc പോളിമർ കെമിസ്ട്രി, MSc മൈക്രോബയോളജി, BSc മൈക്രോബയോളജി ഒക്കെ യോഗ്യത വരുന്ന തസ്തികകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ITI ബോയിലർ വരുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ പോളിമർ ഓർ ടെക്സ്റ്റൈൽ ഓർ കെമിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ ലൈബ്രറിയും വരുന്നുണ്ട്. MSc ഇൻ ലൈബ്രറി സയൻസ്. അതുപോലെ തന്നെ MTech ഇൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ടുള്ള തസ്തികയുണ്ട്. അപ്പോൾ ഇത്രയും തസ്തിക വരുന്നത് കേരളത്തിലുള്ള വേക്കൻസികളാണ്. അടുത്തത് കർണാടകയിലെ വേക്കൻസികളാണ്. ആദ്യത്തേത് ഫിറ്ററാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ്. ITI ഫിറ്ററും കൂടാതെ 4 ഇയർ എക്സ്പീരിയൻസുമാണ് വേണ്ടത്. ശമ്പളം ലഭിക്കുന്നത് 20,000 പ്ലസ് HRA ആണ്. അടുത്തത് വെൽഡറാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ITI വെൽഡർ പ്ലസ് 4 ഇയർ എക്സ്പീരിയൻസ് ആണ്. ഇലക്ട്രീഷ്യൻ ITI ഇലക്ട്രീഷ്യൻ പ്ലസ് 4 ഇയർ എക്സ്പീരിയൻസ് ആണ്. അടുത്തത് ലാബ് ടെക്നീഷ്യനാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSc ഇൻ കെമിസ്ട്രി വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ആണ്. അടുത്തത് പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക് ഓർ BE ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പോളിമർ എഞ്ചിനീയറിംഗ് വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. കർണാടകയിലും അതുപോലെ തന്നെ കേരളത്തിലും ജോലി അവസരമുണ്ട്. ഇതിലേക്ക് പ്രായപരിധി വരുന്നത് 40 വയസ്സിൽ കൂടാനായിട്ട് പാടില്ല. ഇത് കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്.
അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സിനും പ്രായത്തിൽ 5 വയസ്സിൻ്റെ ഇളവുണ്ട്. സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഒന്നുമില്ല. സെലക്ട് ചെയ്യുന്നത് ഇൻ്റർവ്യൂ വഴിയായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ഇൻ്റർവ്യൂവിനായിട്ട് വിളിക്കുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും റിലവൻറ്റ് എക്സ്പീരിയൻസും അനുസരിച്ചായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും ടൈമും ഒക്കെ നിങ്ങളെ മെയിൽ വഴി അറിയിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതാണ് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ്. ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സും ആയിട്ട് വേണം നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഒരു കാൻഡിഡേറ്റിന് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 20 വൈകുന്നേരം 5:30 അതിനുള്ളിലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. നിങ്ങൾ SC, ST, OBC, EWS കാറ്റഗറിയൊക്കെ ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ CV, ഫില്ല് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള 1 സെറ്റ് കോപ്പി, നിങ്ങളുടെ ഒരു വാലിഡ് ഫോട്ടോ ID പ്രൂഫ്, 2 റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ കൊണ്ടുപോകേണ്ടതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന കൊയർ ബോർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അവസരമുണ്ട്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.